ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അയ്യപ്പസ്വാമി വിളക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണനും ലോപ്പസും മാർക്കോയും സാഗറും എല്ലാവരും തന്നെ ഇന്ന് മലയ്ക്ക് പോകുന്ന ആ ദിവസം തന്നെയാണ്. ആ ദുർഗയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് തന്നെയാണ് കണ്ണൻ പോയിരിക്കുന്നത്. ദുർഗയുടെ മനസ്സിലാണെങ്കിൽ ചീത്ത സ്വഭാവം ആയതുകൊണ്ട് തന്നെ കണ്ണനെ അനുഗ്രഹിക്കാൻ പോലും കൂട്ടാക്കാതെയാണ് ദുർഗ നിൽക്കുന്നത് തന്നെ. പക്ഷെങ്കിൽ കണ്ണനാണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമേ അല്ല, തൻ്റെ ഭാര്യയുടെ അനുഗ്രഹം മാത്രം മതി എന്ന് തന്നെയാണ് കണ്ണൻ അവിടെയുള്ള എല്ലാവരോടും തന്നെ പറയുന്നത് തന്നെ. അങ്ങനെ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി അയ്യപ്പസ്വാമിമാരെല്ലാവരും തന്നെ റെഡിയായിരിക്കുകയാണ്. അങ്ങനെ മഹാലക്ഷ്മിയും ദുർഗയും എല്ലാവരും തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പം മഞ്ജുവിനും മഹാലക്ഷ്മിക്കും തന്നെയാണ് ഏറെ ഭയമുള്ളത്. കാരണം അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ് മലയ്ക്ക് വേണ്ടി പോകാൻ നിൽക്കുന്നത്. മലയ്ക്ക് അയ്യപ്പസ്വാമിമാരെ കാണാൻ പോകുന്നതിൽ തനിക്കൊന്നും യാതൊരു പേടിയില്ല, ഇവിടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെയാണ് പേടിയെന്ന് മഞ്ജു എല്ലാവരോടും അവിടുന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാഗരേട്ടാ, കണ്ണേട്ടാ സൂക്ഷിക്കണം, മാർക്കോ എന്നൊക്കെയാണ് അവർ പറയുന്നത് തന്നെ. അങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങൾ ആരും തന്നെ പേടിക്കണ്ട, ഞങ്ങൾ പോയ പോലെ തന്നെ തിരിച്ചു വരും. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി മാർക്കോയോട് പറയുന്നുണ്ട്, സാഗറെ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്, എന്തായാലും കണ്ണേട്ടനെ നീ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് എത്തിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാഗറൊക്കെ പറയുന്നുണ്ട്, എന്തിനാ മഞ്ജു പേടിക്കുന്നത്, മഹാലക്ഷ്മി പേടിക്കുന്നത്, ഞങ്ങൾ രണ്ടുപേരും ഇല്ലേ, നിങ്ങൾ ആരും തന്നെ പേടിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്നാലും ഇവിടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെയൊക്കെ തക്കം നോക്കി നിൽക്കുകയാണ് നിങ്ങളുടെയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ സൂക്ഷിക്കണം എന്നൊക്കെയാണ് മഹാലക്ഷ്മി പറയുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ കരുണയാണെങ്കിൽ ഭയങ്കരമായിട്ട് മനസ്സിലിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിലാണ് അയ്യപ്പ വിഗ്രഹം, അതെന്തായാലും എൻ്റെ കൈ വെച്ച് കൊടുത്തോളം കാലം നിന്നെയൊക്കെ രക്ഷിക്കാൻ ആരായിട്ടാണ് വരാൻ പോകുന്നത്, ഇനി ആർക്കും നിന്നെയൊക്കെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് മഹാലക്ഷ്മിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ സ്വയം മനസ്സിൽ പറയാണ് കരുണയാണെങ്കിൽ. അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ പ്രതാപനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അച്ഛാ അവർ രണ്ടുപേരും എല്ലാവരും കൂടെ മലയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്, ഇനി എന്തായാലും അവിടെ മേഘേട്ടനെത്തി അവരുടെ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് തന്നെ. എന്തായാലും ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലേ അച്ഛാ എന്നൊക്കെ കരുണ പറയുമ്പം, അതേപോലെ ആ മേഘൻ എന്നോടും വിളിച്ചു പറഞ്ഞിരുന്നു ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഗുണ്ടകളും മലയ്ക്ക് പോയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ മേഘനാഥൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പം എന്താ പ്രശ്നം, എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഉണ്ണി വരുന്നത്. ഉണ്ണി പറയുന്നുണ്ട്, മേഘേട്ട എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, കാരണം പലവട്ടം നമ്മൾ ചെയ്തിട്ടും നമ്മൾ തന്നെയാണ് ഇതിൽ നിന്ന് തോറ്റുപോയത്, അതുകൊണ്ട് ഇതും തോക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, കാരണം ഒരിക്കൽ പോലും നമുക്ക് വിജയം ഉണ്ടായിട്ടേ ഇല്ല. അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട്, എടാ മണ്ട, നിൻ്റെ ഭാര്യയുടെ കയ്യിലാണ് ഇപ്പോൾ ആ ഏറ്റവും വലിയ ശക്തിയുള്ളത്, അതുകൊണ്ട് തന്നെ അവളുടെ കയ്യിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കളി മൊത്തം കളിക്കാൻ വേണ്ടി പോകുന്നത്, എന്തായാലും നമ്മളുടെ കൂടെയാണ് ഇപ്പോൾ ദൈവം ഉള്ളത്, അത് നീ എന്തായാലും മനസ്സിലാക്കുക മണ്ട എന്നൊക്കെയാണ് ഉണ്ണിയെപ്പറ്റി ഇങ്ങനെ മേഘനാഥൻ പറയുന്നത് തന്നെ. അച്ഛനും ഇത് തന്നെയാണ് എന്നോട് പറഞ്ഞത്, എന്തായാലും അവരെയൊന്നും നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷെങ്കിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് അവരെയൊക്കെ എനിക്കിപ്പോൾ എന്തായാലും ചെയ്യാൻ കഴിയുമെന്ന്, കാരണം അയ്യപ്പ വിഗ്രഹം നിൻ്റെ ഭാര്യയുടെ കൈവശമുണ്ട്, അത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ആ വിശ്വാസം ഞാൻ കാത്തു സൂക്ഷിക്കുന്നതെന്നൊക്കെയാണ് മേഘനാഥൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ വാമനാണെങ്കിൽ മേഘനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്തായി, ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ട് അവർ മലയ്ക്ക് വേണ്ടി പോയോ എന്ന് ചോദിക്കുമ്പോൾ മേഘൻ പറയുന്നുണ്ട്, അവർ മലയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്, ഇനി എന്തായാലും അവൻ്റെ ശവം കൊണ്ട് മാത്രമേ അവർ തിരിച്ചു വരൂ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവർ മല ചവിട്ടിയിരിക്കുകയാണ്. കണ്ണനും സാഗറും എല്ലാവരും കൂടെ തന്നെ. കണ്ണനാണെങ്കിൽ എഴുന്നേറ്റ് നടന്നിട്ടുണ്ട് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പം എല്ലാവരും ഞെട്ടലാണ്, എന്താ കണ്ണൻ എഴുന്നേറ്റ് നടന്നോ, അതെങ്ങനെ എഴുന്നേറ്റ് നടക്കും, ഇവിടുന്ന് പോയപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടന്നിട്ടേ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി കണ്ണിന് സാധിച്ചത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ മേഘം പറയുന്നുണ്ട്, വാമനോടാണെങ്കിൽ മേഘം പറയുന്നുണ്ട്, അന്നേ ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ, അവന് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നമ്മുടെയൊക്കെ മുമ്പിൽ അവനും അവൻ്റെ ഭാര്യയൊക്കെ അഭിനയിക്കായിരുന്നു, ഇപ്പോൾ എല്ലാവർക്കും സത്യം മനസ്സിലായില്ലേ, അവന് എഴുന്നേറ്റ് നടക്കാനുള്ള പ്രാപ്തിയുണ്ട്, ഇപ്പോൾ എന്തായാലും ഞാൻ ഊഹിച്ചതെല്ലാം ശരിയായിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്, അവൻ നടന്ന് തന്നെയാണോ പോകുന്നത് അതോ വീൽ ചെയറിലാണോ പോകുന്നതെന്ന് എനിക്കറിയണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ മേഘൻ വാമനെ വിളിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് തന്നെ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ എല്ലാവരും അയ്യപ്പസ്വാമിമാരെല്ലാം മല ചവിട്ടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ മാർക്ക് പറയുന്നുണ്ട്, സാറേ ഇവിടെ ഉണ്ടല്ലോ പണ്ട് ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ ഇപ്പോൾ ഒന്നുമില്ല, എല്ലാം ഇവിടെ കാണാനേ ഇല്ല,
കഴിഞ്ഞ വട്ടം മലയ്ക്ക് വന്നപ്പോഴും ഇവിടെ ഒന്നും കണ്ടിട്ടേ ഇല്ല. അപ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, അതൊക്കെ അയ്യപ്പസ്വാമിയുടെ ഓരോ വികൃതികളാണ്, നമ്മളെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ അവർ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കണ്ണിന് ഇങ്ങനെ ആപത്ത് വരുന്നത് സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ്. പെട്ടെന്ന് തന്നെ കണ്ണേട്ടനെ ഓർമ്മ വന്നിട്ട് എഴുന്നേറ്റ് നിന്ന് കരയാണ്. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിക്ക് പിന്നീട് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റൂമിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് നമ്മുടെ പുറത്തോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് അവിടെ കരുണയും ദുർഗയും ഉണ്ണിയൊക്കെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. നമ്മുടെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കുകയാണ്. അപ്പം മഹാലക്ഷ്മിയാണ് ഇതൊക്കെ മാറിയെന്ന് കേൾക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് കരുണ പറയുന്നുണ്ട്, അവൾ അറിയുന്നില്ലല്ലോ അയ്യപ്പസ്വാമി വിഗ്രഹം ഇപ്പം ഞാൻ പറയുന്നത് പോലെയാണ് അനുസരിക്കുന്നത് എന്നുള്ള കാര്യം അവൾ അറിയുന്നില്ലല്ലോ. അവളാണെങ്കിൽ വിചാരിക്കുന്നത് അയ്യപ്പസ്വാമി ഇപ്പോഴും അവളുടെ കൂടെ തന്നെയാണ്, അവളുടെ കയ്യിലേക്ക് തിരിച്ചു വരുമെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. എന്നാൽ അവൾ അറിയുന്നേ ഇല്ലല്ലോ അയ്യപ്പസ്വാമിയുടെ ആഗ്രഹങ്ങളൊക്കെ ഇപ്പം ഞാനാണ് നടത്തി കൊടുക്കുന്നത്, ഞാൻ പറയുന്നത് പോലെയാണ് അയ്യപ്പസ്വാമി കേൾക്കുന്നതെന്നൊന്നും അവളിപ്പോൾ മനസ്സിലാക്കുന്നില്ലല്ലോ. എന്തായാലും കണ്ണനെ ഇല്ലാതാക്കാൻ എനിക്ക് കിട്ടിയ ഒരു വലിയൊരു സ്വത്ത് തന്നെയാണ് ഈ അയ്യപ്പസ്വാമി എന്നൊക്കെ നമ്മുടെ കരുണ ഇങ്ങനെ പറയുന്ന കേൾക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ. പിന്നെ മഹാലക്ഷ്മിക്ക് വളരെയധികം തന്നെ സങ്കടം തോന്നുകയാണ്. അവിടെ നിന്ന് പൊട്ടിക്കരയാണ് മഹാലക്ഷ്മി ആണെങ്കിൽ. അങ്ങനെ കരുണയുടെ കൈവശമാണ് അയ്യപ്പസ്വാമി ഉള്ളത്. കരുണയുടെ ആ ഒരു നീക്കം അനുസരിച്ചാണ് അയ്യപ്പസ്വാമി ഇപ്പം നീങ്ങുന്നത് എന്നുള്ള കാര്യം മഹാലക്ഷ്മി ആണെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ടും മഹാലക്ഷ്മി ആണെങ്കിൽ ദൈവങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എൻ്റെ കണ്ണേട്ടന് ഒരാപത്തും കൂടാതെ തിരിച്ച് എൻ്റെ അരികിലേക്ക് തന്നെ എത്തിക്കണേ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത് തന്നെ.